സത്യത്തിൽ ഇങ്ങനത്തെ ഒരു പുതിയ തലമുറ തികച്ചും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എല്ലാ നിയന്ത്രണങ്ങളെയും ഭേദിച്ച് വളരുമ്പോൾ അവർ നമ്മുടെ മടിത്തട്ടിലാണ്, നമ്മുടെ വീടുകളിലാണ്, നമ്മുടെ സമുദായത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉത്തരവാദിത്തമില്ലേ സുഹൃത്തുക്കളെ? ആദ്യത്തെ ഉത്തരവാദിത്തം ആർക്കാരുണ്ട്? വാപ്പാർക്കും ഉമ്മാർക്കും ഉത്തരവാദിത്തം. നമ്മൾ അവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതും അവർക്ക് സ്കൂളിലും കോളേജിലും പഠിക്കാനുള്ള ഫീസ് ഉണ്ടാക്കുന്നതും അവർ തിരഞ്ഞെടുക്കേണ്ട കോഴ്സിനെ കുറിച്ചും അവർക്ക് വാങ്ങേണ്ട ഡ്രസ്സിനെ കുറിച്ചും മാത്രമേ ആലോചിക്കുള്ളൂ. എൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടെ നേരത്തെ ആലോചിക്കണം. കാരണം എന്താ, വൈകും തോറും നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. 5 വയസ്സായ കുട്ടിയോട് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല 15 വയസ്സായ കുട്ടിയോട് പറയാൻ. അത് 20ഉം 25 വയസ്സിലേക്ക് കടക്കുമ്പോൾ പിന്നെ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. എനിക്ക് കല്യാണം വേണ്ട എന്ന് 26 വയസ്സായ പെൺകുട്ടി പറഞ്ഞാൽ അടുക്കള തിണ്ണയിൽ കരഞ്ഞിരിക്കുകയല്ലാതെ ഉമ്മക്കൊന്നും ചെയ്യാനില്ല. അതിൻ്റെ മുമ്പ് നമുക്കെന്തു ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് അനാവശ്യമായ സംസ്കാരങ്ങൾ വരാതെ, ചിന്താഗതികൾ വരാതെ, കാഴ്ചപ്പാടുകൾ വരാതെ ശ്രദ്ധിക്കേണ്ട കടമ മാതാപിതാക്കൾക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അള്ളാന്റെ കൽപ്പനയാണ് അത്. വിശ്വസിയുടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. മനുഷ്യരെയും കല്ലുകളെയും കത്തുന്ന നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണം എന്ന അള്ളാഹ് നമ്മളോട് പറഞ്ഞ ഒരു കൽപ്പനയാണ്. മാത്രല്ല റസൂലുള്ളാഹി പറഞ്ഞു, ഒരു പുരുഷൻ എന്താണ്, ഭരണാധികാരിയാണ്. ആരെ? അഹ്ല ബൈത്തിഹി, അവന്റെ കുടുംബത്തിന്റെ. മസ്ഊലുൻ അൻഹും, അവരെ കുറിച്ച് അവൻ ചോദിക്കപ്പെടും. വൽ മർഅത്തു, സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഉമ്മനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ? റാഇയത്തുൻ അലാ ബൈത്തി ബഅലിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ഭരണാധികാരിയാണ്. വവലദിഹി, അവന്റെ മക്കൾക്കും.